അപ്പോൾ എങ്ങനെയാണ് അതിനെ ഇപ്പോൾ തിയേറ്റേഴ്സിന്റെ എണ്ണം ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏതിനെ കയറും അല്ലെങ്കിൽ ഏതധികം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ? അല്ല, ഇതുപോലൊരു സീസൺ മലയാളത്തിൽ വളരെ കുറച്ച് സീസണുകളിലേ ഉള്ളൂ. ഇതുപോലൊരു സീസണിൽ വേറെ പടങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ മാത്രം ഒരിക്കലും അങ്ങനെ ഒരാളല്ലല്ലോ. അപ്പോൾ എന്തായാലും പടങ്ങൾ ഉണ്ടാവും. 2 അന്യഭാഷാ ചിത്രങ്ങൾ വരുന്നു. അതിലൊരെണ്ണം ഫസ്റ്റ് പാർട്ട് ഹിറ്റായ സിനിമ തന്നെയാണ്. വേറൊരെണ്ണം ഇതേപോലെ ഓൾ ഇന്ത്യ ലെവലിൽ ഇറങ്ങുന്ന ഒരു മാസ് സിനിമയാണ്. പക്ഷേ ആട് എന്ന് പറയുന്നത് മലയാളികളുടെ സ്വന്തം ഫ്രാഞ്ചൈസിയാണ്. മലയാളികൾ കഴിഞ്ഞ 8 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ആട് 3 എന്ന് വരും എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവുമായി ഞങ്ങൾ വരികയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആടിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇനി നിങ്ങൾ പറയാം അതിൻ്റെ കൂടെ വേറെ പടം ഉണ്ടായിരുന്നല്ലോ, ഇനി ഒറ്റ എന്ന് പറഞ്ഞ് ഞങ്ങളെ കാര്യമായിരുന്നു നിങ്ങളെന്താ ഒറ്റക്കിറക്കാൻ എന്നൊന്നും ചോദിക്കരുത്. പിന്നെ ഇത് ഒരു ക്ലീൻ യു ചിത്രമാണ്, ഫാമിലി എന്റർടൈനർ. അപ്പോൾ ഒരു സമ്മർ കാലത്ത് ഹോളിഡേ തുടങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ഹോളിഡേയ്സ് ഉള്ള അല്ലെങ്കിൽ എക്സാമുകളൊക്കെ കുറേ കഴിഞ്ഞു, പിന്നെ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും എല്ലാ എക്സാമുകളും കഴിഞ്ഞു, കുട്ടികളും ഫ്രീ ആണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം ഒരുമിച്ച് വന്നിരിക്കാവുന്ന, അതായത് 18+ അല്ല, 10 വയസ്സോ 5 വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടികൾക്ക് പോലും അമ്മയ്ക്കും അച്ഛനോടൊപ്പം വന്നിരുന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. അതാണ് നമ്മുടെ ഓഡിയൻസ്. ഇതൊരു ക്ലീൻ യു ചിത്രമായിരിക്കും എന്നുള്ളത് 24 പടത്തിൻ്റെ സെൻസറിങ്ങിന് പോയാൽ എനിക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു കട്ട് സെൻസർ പറഞ്ഞാൽ തന്നെ ഞങ്ങളത് കട്ട് ചെയ്യാൻ തയ്യാറുമാണ്. കാരണം ഇത് എല്ലാ കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് വന്ന് കാണേണ്ട സിനിമയായതുകൊണ്ട് ആ ഓഡിയൻസ് ആടിലേക്ക് വരും എന്ന് തുടക്കത്തിൽ തന്നെ ആടിലേക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.